കൂട്ടത്തിൽ ചൊല്ലിയൊരു സ്വഹാബി എങ്ങനെ ചൊല്ലി? ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത എന്നതിനു പകരം വബി റസൂലിക്കല്ലദി അർസൽത എന്ന് മാറ്റി ചൊല്ലി. ആ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തിരുദൂതൻ കയ്യുയർത്തിയിട്ട് പറഞ്ഞു, നിർത്തിക്കോ, ഞാൻ എന്താ നിന്നെ പഠിപ്പിച്ച്? വബി നബിയിക്ക, നീ എന്തേ മാറ്റി ചൊല്ലിയത്? വബി റസൂലിക്ക, ആരാ നിനക്കങ്ങനെ വേർതിരിക്കാൻ, മാറ്റം തിരുത്താൻ അവകാശം തന്നത്? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, കേൾക്കുമ്പോ നബി എന്ന വാക്കിനേക്കാൾ റസൂലി എന്ന വാക്കിനൊരു വല്ലാത്ത ഇമ്പം തോന്നുന്നു. തിരിച്ച് റസൂലുള്ള തിരിച്ചു പറഞ്ഞ മറുപടി, നിങ്ങൾക്കിഷ്ടമുണ്ടെന്ന് കരുതി കൂട്ടിച്ചേർക്കാനല്ല അള്ളാഹു മതത്തെ നൽകിയിട്ടുള്ളത്. ഞാൻ എന്ത് നിങ്ങളെ അറിയിച്ചോ നിങ്ങളത് ചെയ്തേക്കുക. ഹബീബായ നബി തങ്ങൾ വഫാത്തായി ദിവസങ്ങൾക്കുള്ളിൽ മദീനത്തെ പള്ളിയിൽ പുതിയൊരു ആചാരം വന്നു. ദിക്ർ ചൊല്ലുമ്പം കല്ലെടുത്തു വെക്കുന്നു. സുബ്ഹാനല്ലാഹ് ഒരു കല്ല്, സുബ്ഹാനല്ലാഹ് അടുത്ത കല്ല്. കല്ല് വെച്ചെണ്ണം പിടിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ തസ്ബീഹ് മാല എന്നും അതിനെ വ്യാഖ്യാനിക്കാം. കല്ലെടുത്തെണ്ണം പിടിക്കുന്ന സ്വഹാബത്തിന്റെ രീതി കണ്ട് ആളുകൾ ഓടി റസൂലുള്ളാഹിയെ തൊട്ട് കൂടുതലും ദീനിനെ പഠിച്ച് ആ കാലഘട്ടത്തിലെ പണ്ഡിതൻ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് പോലും വൈകാതെ മദീന പള്ളിയിലേക്ക് ഓടിക്കതച്ചു വന്ന് കല്ല് കുട്ടിവെച്ചവന്റെ മുൻപിൽ നിന്ന് കാലുകൊണ്ട് ആ കല്ലുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പറഞ്ഞു, നബി തങ്ങൾ മണ്ണോട് ചേർന്നിട്ടില്ല, ഹബീബായ പ്രവാചകന്റെ ശരീരം മണ്ണോട് ചേർന്നിട്ടില്ല, റസൂലുള്ള ഉപയോഗിച്ചിരുന്ന വസ്ത്രം നുരുമ്പിയിട്ടില്ല, കുടിച്ച പാത്രം പോലും പൊട്ടിയിട്ടില്ല. അതിന്റെ മുൻപേ നിങ്ങൾ മതത്തിൽ പുതിയ ആചാരം കൊണ്ടുവരികയോ, ഒന്ന് എഴുന്നേറ്റ് പോയണോ എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതത്തിന്റെ നിലപാടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് എത്ര നല്ലതാണെന്ന് ചിന്തിച്ചാലും മതപരമായ ഒരു രീതിയിൽ നമുക്കത് അംഗീകരിക്കാൻ അവകാശമില്ല. ഇനി അതിന്റെ ഒരു സാമൂഹിക വശമൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതൊക്കെ നമുക്ക് ചെയ്യാമെന്നൊരു അനുവാദം മതത്തിൽ കിട്ടിയാൽ ഒരു കൂട്ടര് പറയും, മദ്യമെന്താ മോശ, അതിൽ അത്യാവശ്യം ആൽക്കഹോളൊക്കെ ചെറുതല്ലേ ഉള്ളൂ, ചില സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ ഇല്ലേ, അങ്ങനെ കുടിച്ചാൽ മൂത്രത്തിലെ കല്ല് പോകെങ്കിൽ ആ കള്ള് കുറച്ച് കുടിക്കുന്നതിനെന്താ? പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ആ സുക്കേടിന് ഈ സുക്കേടിന് ഇതൊക്കെ പറ്റും എന്ന്. മറ്റൊരുത്തം പറയുന്നു, ഈ കുടുംബം ബാധ്യത, ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പെണ്ണെന്ന വർഗമാ, അതുകൊണ്ട് ഇനി ആണുങ്ങൾ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കരുത്, ആണിനെ തന്നെ കെട്ടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കണം, അവർക്കത് നന്മയായി തോന്നും. വേറൊരു കൂട്ടര് പറയും, ഭാരം ഒഴിവാക്കാനും ഇങ്ങനെ ബാധ്യതകൾ തീർക്കാനും കല്യാണത്തൊരു കാലഹരണപ്പെട്ട ഒരു സമ്പ്രദായ, അതുകൊണ്ട് കിന്നും കുടിച്ചും കിട്ടുന്ന ജീവിതം അങ്ങ് മാക്സിമം എൻജോയ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന മൂന്നാമത്തെ സാമൂഹിക അന്തരീക്ഷം